ഒരു ബുദ്ധിജീവിയും കുറേ അനുയായികളും. കൃഷ്ണസേനൻ ആലോചിക്കുകയായിരുന്നു. ഈയിടെയായി പ്രോഗ്രാമുകൾ കുറവാണ്. എവിടെയെങ്കിലും ഒരു പ്രസംഗമോ ആശംസയോ പറഞ്ഞാലേ തനിക്ക് സംതൃപ്തിയും സന്തോഷവും ലഭിക്കുകയുള്ളൂ. ആഴ്ചയിലൊന്ന് തരപ്പെടാറുള്ളതാണ്. ഈയിടെയായി സ്ഥിരമായി വിളിക്കുന്നവർ പോലും തന്നെ ഒഴിവാക്കുന്നതായി കൃഷ്ണസേനൻ കണക്കുകൂട്ടി. കൃഷ്ണസേനൻ ഡയറി പരിശോധിച്ച് ഉറപ്പുവരുത്തി. ഇന്ന് പ്രോഗ്രാമുകളൊന്നുമില്ലെന്ന് ഉറപ്പുവരുത്തി. കണ്ണട കയ്യിലെടുത്ത് വാച്ചിലേക്ക് നോക്കി. സമയം 4 മണിയാകുന്നതേയുള്ളൂ. 4:30 മണിക്കുട്ടൻ വരും. മണിക്കുട്ടൻ കൃഷ്ണസേനൻ്റെ സാരഥിയെന്നോ പ്രൈവറ്റ് സെക്രട്ടറി എന്നോ പറയാം. മണിക്കുട്ടനുമൊത്തുള്ള നടപ്പ് പതിവുള്ളതാണ്. സദസ്സുകളൊന്നുമില്ലെങ്കിൽ കൃഷ്ണസേനന് മണിക്കുട്ടനുമൊത്തുള്ള നടപ്പ് പതിവുള്ളതാണ്. മണിക്കുട്ടനോട് 4 മണിക്ക് വരാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്. മണിക്കുട്ടൻ വരാമെന്ന് പറയും, അത്ര തന്നെ. 4 മണിക്ക് വന്നാൽ വരാന്തയിൽ കയറിയിരിക്കും. കൃഷ്ണസേനൻ സാറിനെ കൃത്യമായി അറിയാവുന്നത് സാരഥിയും പ്രൈവറ്റ് സെക്രട്ടറിയുമായ മണിക്കുട്ടന് തന്നെയാണ്. 4:30 നടത്തമെന്ന് പറഞ്ഞ് കൃത്യം 4:30 മണിക്കുട്ടൻ എത്താറുള്ളതാണെങ്കിലും ഒരിക്കലും നടത്തം സമയത്ത് തുടങ്ങിയിട്ടില്ല. 5 മണിയായാൽ വാതിൽ തുറക്കുന്ന ശബ്ദവും ക്ലോക്കിലെ മണിയടിക്കുന്ന ശബ്ദവും ഒന്നിച്ചായിരിക്കും. അത്രയ്ക്കും കൃത്യനിഷ്ഠയുള്ള കൃഷ്ണസേനൻ എന്തിനാണ് ഈയിടെയായി 4 മണിക്ക് വരാൻ പറയുന്നതെന്ന് മണിക്കുട്ടൻ ആലോചിച്ചു. എത്രയെത്ര യോഗങ്ങളായിരുന്നു. കൃഷ്ണസേനൻ പങ്കെടുക്കുന്നുണ്ട് എന്ന് കേട്ടാൽ തന്നെ ആളുകൾക്ക് എന്തൊരു ഉത്സാഹമായിരുന്നു. നഗരത്തിൽ എവിടെയൊക്കെ ശില്പശാലകളുണ്ടായിരുന്നു അവിടെയൊക്കെ കൃഷ്ണസേനൻ്റെ സാന്നിധ്യം നിറഞ്ഞു നിന്നിരുന്നു. പൊതുയോഗങ്ങളിൽ പങ്കെടുക്കുന്നതിനായി കാറിൽ മാത്രമേ കൃഷ്ണസേനൻ പോകാറുള്ളൂ. സെക്രട്ടേറിയറ്റിൽ നിന്ന് പിരിഞ്ഞപ്പോൾ ഏറ്റവും പുതിയ AC കാർ വാങ്ങിയതാണ്. കാറിൽ നിന്നിറങ്ങി സ്റ്റേജിലേക്ക് ഒരു നടത്തമാണ്. ആളുകൾ എത്രയോ ബഹുമാനത്തോടെ എഴുന്നേറ്റ് നിൽക്കും. അപ്പോഴേക്കും സംഘാടകർ എത്തിയിരിക്കും. ഏത് സംഘടനകൾ വന്ന് പ്രോഗ്രാം പറഞ്ഞാലും പിന്നീട് അറിയിക്കാമെന്ന് മണിക്കുട്ടൻ പറയും. കൂട്ടത്തിൽ ചില നിബന്ധനകൾ പറയും. കൃഷ്ണസേനൻ സ്റ്റേജിലെത്തിയാൽ ഹാരാർപ്പണം നടത്താൻ മണിക്കുട്ടൻ നിർബന്ധിക്കാറുള്ളത് അത്തരം നിബന്ധനകളിലൊന്നായിരുന്നു. കൃഷ്ണസേനൻ ആവശ്യപ്പെട്ടിട്ടൊന്നുമല്ലായിരുന്നു മണിക്കുട്ടൻ അത്തരം നിബന്ധനകൾ വെച്ചിരുന്നതും. കൃഷ്ണസേനൻ സാറിനോടുള്ള ബഹുമാന സൂചകമായി ഹാരാർപ്പണം നടത്തുമ്പോൾ ഹാളിൽ എന്തോ ഉൾപ്പുളകമുള്ളതായി മണിക്കുട്ടൻ മനസ്സിലാക്കി. പിന്നെ എല്ലാ യോഗങ്ങളിലും അക്കാര്യം നിർബന്ധം പിടിക്കാൻ തുടങ്ങി. സംഘാടകർക്ക് അക്കാര്യത്തിൽ എതിർപ്പൊന്നും ഉണ്ടായിരുന്നില്ല. കൃഷ്ണസേനൻ എത്തുമെന്ന് സമ്മതിക്കുന്നത് തന്നെ അവരുടെ ഭാഗ്യമായി കരുതി. ഹാരാർപ്പണം നടത്തുന്നതിൽ കൃഷ്ണസേനന് സന്തോഷമേ ഉണ്ടായിരുന്നുള്ളൂ താനും. എന്നിരുന്നാലും മണിക്കുട്ടനെ പരിധി വിട്ട് അടുപ്പിക്കാതിരിക്കാൻ കൃഷ്ണസേനൻ ശ്രദ്ധിച്ചിരുന്നു. കൃഷ്ണസേനൻ സെക്രട്ടേറിയറ്റിൽ നിയമവിഭാഗം വളരെ വിദഗ്ധമായി കൈകാര്യം ചെയ്തിരുന്നയാളാണ്. ആയത് എല്ലാവർക്കും അറിയാവുന്നതിനാലാകണം കോടതി സംബന്ധമായ കാര്യങ്ങളിൽ കൃഷ്ണസേനൻ പറയുന്ന അഭിപ്രായത്തോട് എതിരഭിപ്രായമൊന്നും ഉണ്ടായിരുന്നില്ല. കൃഷ്ണസേനൻ സെക്രട്ടേറിയറ്റിൽ നിന്നും നിയമവിഭാഗം സെക്രട്ടറിയായി റിട്ടയർ ചെയ്യുമ്പോഴും പൊതുജനങ്ങളുമായി ഇത്തരമൊരു അഭിപ്രായ ഐക്യമുണ്ടാകുമെന്ന് കൃഷ്ണസേനൻ കരുതിയിരുന്നതല്ല. ആ ഇടയ്ക്കാണ് കൃഷ്ണസേനനെ ഏറെ പ്രശസ്തനാക്കിയ സംഭവം ഉണ്ടായത്. വിവിധ സംഘടനകൾ കോടതി വിധിക്കെതിരെ ജനാഭിപ്രായം രൂപപ്പെടുത്തുന്ന യോഗങ്ങൾ സംഘടിപ്പിക്കുന്ന തിരക്കിലായിരുന്നു. ജനങ്ങളുടെ ഭാഗത്തു നിന്നും വർദ്ധിച്ച പിന്തുണ ലഭിച്ചതിനാലാകണം പത്രങ്ങളും മറ്റു മാധ്യമങ്ങളും കോടതി വിധിക്കെതിരെ തിരിഞ്ഞു. എങ്ങും 4 ആളുകൾ കൂടുന്നിടത്തൊക്കെ കോടതി വിധി ചർച്ചാ വിഷയമായി. വർദ്ധിച്ച ആരവങ്ങൾക്കിടയിൽ കൃഷ്ണസേനൻ കൂടുതൽ ദുർബലനായി. എന്താണ് പറയുന്നതെന്ന് കൃഷ്ണസേനന് നിശ്ചയമുണ്ടായിരുന്നില്ല. ആരവങ്ങളുടെ അംഗബലത്തിൽ കൂടുതൽ ദുർബലനായ കൃഷ്ണസേനൻ കരഘോഷങ്ങൾക്കിടയിൽ പറഞ്ഞതൊന്നും അയാളുടെ വാക്കുകളായിരുന്നില്ല. അവ കേൾവിക്കാർക്കു വേണ്ടി അവരുടെ ആഗ്രഹത്തിനൊത്ത് ആവേശങ്ങൾക്കൊത്ത് അവർ കേൾക്കാൻ ആഗ്രഹിക്കുന്ന വാക്കുകളായിരുന്നു. സദസ്സാകെ കൃഷ്ണസേനന് വേണ്ടി കയ്യടി മുഴക്കി. കൃഷ്ണസേനൻ്റെ പ്രസംഗം പ്രമുഖ പത്രങ്ങളെല്ലാം വാർത്തയാക്കി. കൃഷ്ണസേനൻ കൂടുതൽ ശ്രദ്ധേയനായി. ജനങ്ങൾ കൂടുതൽ യോഗങ്ങളിലേക്ക് കൃഷ്ണസേനൻ്റെ വരവ് പ്രതീക്ഷിച്ചു. കോടതി വിധിക്കെതിരായി കൃഷ്ണസേനൻ്റെ വാക്കുകൾ കേൾക്കാൻ ജനങ്ങൾ തടിച്ചുകൂടി. കൃഷ്ണസേനൻ കേൾവിക്കാരുടെ ആഗ്രഹത്തിനൊത്ത് കൂടുതൽ രൂക്ഷമായി സംസാരിച്ച് കൂടുതൽ ശ്രദ്ധേയനായിക്കൊണ്ടിരുന്നു. തിരക്കിട്ട് യോഗങ്ങളിൽ മാറി മാറി പങ്കെടുക്കുമ്പോഴും ദേഹാസ്വാസ്ഥ്യം മറന്ന് വേദികളിൽ ഓടിയെത്താൻ കൃഷ്ണസേനൻ ശ്രദ്ധിച്ചു.
ഡോക്ടർമാർ വിശ്രമം നിർദ്ദേശിക്കുമ്പോഴും മണിക്കുട്ടൻ ഓർമ്മപ്പെടുത്തുമ്പോഴും കൃഷ്ണസേനനെ ആരവങ്ങളും കയ്യടികളും യോഗവേദികളിലേക്ക് മാടി വിളിച്ചു. യോഗവേദികളിലേക്ക് മാറി മാറിയുള്ള ഓട്ടം കൃഷ്ണസേനനെ ശാരീരികമായി ദുർബലനാക്കി. ദേഹാസ്വാസ്ഥ്യം മൂലം യോഗങ്ങളിൽ നിന്നും വിട്ടുനിൽക്കേണ്ടി വന്നു. പ്രായാധിക്യം മൂലമുള്ള രോഗങ്ങളും കൂടുതൽ ശക്തമായി. കിടപ്പിലായ ആദ്യ നാളുകളിൽ സന്ദർശകരുടെ പ്രവാഹമായിരുന്നു. മണിക്കുട്ടന് സന്ദർശകരെ നിയന്ത്രിക്കാൻ തന്നെ പ്രയാസപ്പെടേണ്ടി വന്നു. കൃഷ്ണസേനന്റെ ദേഹാസ്വാസ്ഥ്യം പത്രത്താളുകളിൽ വാർത്തയായി. ജനങ്ങൾ കൃഷ്ണസേനന്റെ ആരോഗ്യസ്ഥിതിയെപ്പറ്റി അറിയാൻ താൽപ്പര്യം കാണിച്ചു. മണിക്കുട്ടന് കൃഷ്ണസേനനോട് കൂടുതൽ ആദരവ് തോന്നി. കൃഷ്ണസേനന്റെ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കുവാൻ തുടങ്ങി. പത്രം വായിച്ചു കേൾപ്പിക്കുക, ആനുകാലിക സംഭവങ്ങളെപ്പറ്റി കൃഷ്ണസേനന്റെ അഭിപ്രായങ്ങൾ പത്രം ഓഫീസുകളിൽ എത്തിക്കുക, സമയാസമയങ്ങളിൽ മരുന്ന് നൽകുക തുടങ്ങി കൃഷ്ണസേനന്റെ വസ്ത്രങ്ങൾ തിരഞ്ഞെടുക്കുന്നതിൽ വരെ മണിക്കുട്ടൻ പ്രത്യേകം ശ്രദ്ധിച്ചു. പിന്നെ സന്ദർശകരുടെ വരവ് കുറഞ്ഞു. മണിക്കുട്ടൻ കൂടുതൽ സമയം കൃഷ്ണസേനനോടൊത്ത് ചിലവഴിക്കാൻ തീരുമാനിച്ചു. അയാൾ മണിക്കുട്ടൻ്റെ കരം പിടിച്ചു തേങ്ങി. ഒന്നും ശരിയായിരുന്നില്ല. ഞാൻ പറഞ്ഞത് ഒന്നും ശരിയായിരുന്നില്ല. വെറുതെ ജനത്തിനെ വെറുപ്പിക്കാതിരിക്കാൻ ആരവങ്ങൾ എന്നെ ദുർബലനാക്കി. കോടതിയല്ലല്ലോ നിയമങ്ങൾ സൃഷ്ടിക്കുന്നത്. കോടതി വിധികൾ തന്നെയായിരുന്നു ശരിക്കും ശരി. അയാൾക്ക് ഒന്ന് കരയണമെന്നുണ്ടായിരുന്നു. പോലീസിൻ്റെ വെടിയൊച്ചയും വിദ്യാർത്ഥികളുടെ മരണപ്പെടച്ചിലും അയാൾക്ക് നേരിട്ട് കാണാമായിരുന്നു.